മർമർ ഇറ്റാലിയയുടെ ചെയർമാനും സിഇഒ ആയിട്ടുള്ള സാക്കിർ ഹുസൈൻ, അദ്ദേഹത്തോടൊപ്പം ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് അതിൻ്റെ സഹധർമ്മിണിയാണ് നിസ സാക്കിർ ഹുസൈൻ. രണ്ടുപേർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. താങ്ക് യു. മാമിൻ്റെ അച്ഛനെക്കുറിച്ചൊക്കെ ഒരുപാട് അറിയാം. മീരാൻ സാബ് നല്ല വ്യവസായിയാണ്. അതിനപ്പുറത്തേക്ക് ഞങ്ങളെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒറേഷ്യസ് വായനയെക്കുറിച്ചാണ്. പരന്ന വായനയുള്ള ഒരാളായിരുന്നു അദ്ദേഹം. പിന്നെ ഇപ്പോൾ ഈസ്റ്റേൺ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരിക്കുന്ന നവാസ് മീരാൻ സാക്കിർ ഹുസൈനുമായിട്ടുള്ള വിവാഹത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്? പ്രണയവിവാഹമായിരുന്നില്ല. പപ്പയുടെ ഒരു ഫ്രണ്ട് സിറാജ് എന്ന് പറയും, അവരിവിടെ ഫറൂഖ് എന്നായിരുന്നു അവർ കല്യാണം കഴിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ വന്നൊരു അലയൻസ് ആയിരുന്നു. കല്യാണ ആലോചനയായിട്ട് വരിക പപ്പ വന്ന് കാണി ഇവിടെ വന്ന് പപ്പ വന്നാണ് കണ്ടത്. പപ്പയും മമ്മി വന്നിട്ടാ കണ്ടത്. പപ്പയും മമ്മിയും കൂടി വന്ന് കണ്ടു. പിന്നെ ഞാൻ അവിടെ പോയിട്ട് രണ്ടുപേരും കൂടെ കണ്ടു. അങ്ങനെയാണ് കല്യാണം ഫിക്സ് ആയത്. ഇത് ആദ്യം കാണുക എന്ന് പറയുന്നത് രസകരമായ ഒരു മുഹൂർത്തമാണ്. ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ അത് ഉണ്ടാവണം അല്ലേ? ഇദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു? അദ്ദേഹത്തിനോട് ചോദിക്കും ഞാൻ. ഇഷ്ടപ്പെട്ടിരുന്നു. അതാണ് ആദ്യത്തെ നമ്മൾ കാണുന്നത്. ഒരാളെ കാണുമ്പോൾ നമ്മുടെ ഭാവി വരൻ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഒരു സങ്കല്പങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ പേടിപ്പിച്ചെന്ന് പറയാനില്ല. അങ്ങനെയുള്ളതായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഈ പറഞ്ഞ ആദ്യം കാണൽ? ആദ്യമായിട്ട് ഒരു പെണ്ണ് കാണാൻ പോയതാണ്. ഫസ്റ്റ് നേരെ പോയി കാണാൻ. ആദ്യത്തെ പെണ്ണ് കാണലാണ്. നേരെ പോയി കണ്ടു, കീഴടക്കി. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷം വന്നു? 32 വർഷം. ഒരു മാതൃകാ ദാമ്പത്യത്തിൻ്റെ ഒക്കെ എന്നൊക്കെ നമ്മൾ പറയും. എങ്ങനെയാണ് ഒരു സാക്കിർ ഹുസൈൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബിസിനസ് ഒക്കെ മാറ്റി വെക്കാം? അദ്ദേഹം കുടുംബസ്ഥൻ എങ്ങനെയാണ്? ഒരു കുടുംബനാഥൻ എങ്ങനെയാണ്? എല്ലാ വിധത്തിലും ഭയങ്കര നല്ല സപ്പോർട്ടീവാണ്. കുട്ടികളുടെ കാര്യം, എല്ലാ വീടിന്റെ കാര്യങ്ങളും എല്ലാം നല്ല. ഞാൻ പറയണേ, കുഴപ്പമില്ല. ഇതുവരെ എന്നെ സഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്നോടാണ് ആ ചോദ്യം ചോദിക്കേണ്ടത്, കാരണം എന്നെ സത്യത്തിൽ നല്ല സഹിക്കുന്നുണ്ട്. അതെ, അത് ഞാൻ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ചോദിക്കാം. ബിസിനസ് കാര്യമായിട്ട് ഒരുപാട് യാത്രയിലാണ് പലപ്പോഴും അല്ലേ? യാത്രകളൊക്കെ പോകും. ഇവിടെ നമ്മൾ കാരണം തനിച്ചായിരിക്കും. അദ്ദേഹം തനിച്ചായി യാത്ര ചെയ്യണമെന്നാണ് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അപ്പോഴൊക്കെ അതിന് മിസ്സാവുന്നതിലൊക്കെ സങ്കടം ഉണ്ടായിട്ടുണ്ടോ? ചിലതിലെല്ലാം ഞാനും ജോയിൻ ചെയ്യും. അധിക യാത്രകളിലും നമ്മൾ രണ്ടുപേരും ഉണ്ടാവാറുണ്ട്. മിക്ക യാത്രകളിലും പോകുന്ന ടൈമിലൊക്കെയാണ് നമ്മള് ഔട്ടാവുന്നത് സാധാരണ. ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ മാത്രം നമ്മൾ എല്ലാവരും ഒന്ന്, ബാക്കിയുള്ള സമയങ്ങളിൽ മിക്ക യാത്രകളിലും ഞാൻ ഫാമിലിയും നസീനും കൂട്ടാം. ഞങ്ങൾ വർഷത്തിൽ മിക്ക യാത്രകളിലും ഫാമിലിയുടെ കൂടെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് നിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കടന്നു വരികയാണ്. അതുവരെ നമുക്ക് പരിചിതമല്ലാത്ത വേറെ സ്ഥലത്തു നിന്ന് ഒരാൾ വരികയാണ്. അപ്പോൾ നമ്മുടെ കംഫർട്ട് സോണിനെയൊക്കെ തെറ്റിക്കേണ്ട ഒരാളാണ്. എങ്ങനെയാണ് നിസ എന്ന് പറയുന്ന വൈഫ് ഒരു സത്യം അല്ല, ഇവിടെ അടുത്തിരുത്തി പൊക്കി പറയില്ല. സത്യത്തില് എന്നെ മോൾഡ് ചെയ്ത് കൊണ്ട് അടുത്തിരുത്തി തന്നെ അതെ, എന്നെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നൊരു വ്യക്തി എന്ന് പറയാമല്ലോ. കാരണം നമ്മൾ വരുന്ന സ്റ്റൈല് എൻ്റെ വേറെ ഏരിയ എന്നാണ് നിസ വരുന്നത്. അപ്പം രണ്ട് ലൈഫിൽ ജനിച്ചത്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പപ്പൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അവിടെ പോയിട്ട് അവരുടെ ഫാമിലിയിൽ നിന്ന് അതൊക്കെ നമുക്കുള്ള ഗുണം കിട്ടിയില്ല. ആ ഒരു ഇതാണ് നമ്മുടെ മക്കളിലോട്ട് അത് നമുക്ക് പകർത്താൻ പറ്റിയ കുറേ കാര്യങ്ങൾ. രണ്ട് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ രണ്ട് എക്സ്ട്രീം എൻഡ് എന്നാണ്. അതൊന്ന് മലബാർ ഏരിയ എന്നാണ്, ഒന്ന് ഇടുക്കിയിൽ അടിമാലി എന്നാണ്. രണ്ട് കൾച്ചറിൽ വളർന്നതാണ്. പക്ഷേ നിസ ഇവിടെ വന്നിട്ട് കറക്റ്റ് ഒരു മലബാർ കാലിക്കറ്റ് സ്റ്റൈലിലോട്ട് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടുത്തെ ആളുകൾ നിസ അവിടെ പോയി കഴിയുമ്പോൾ സംസാരിക്കുമ്പോൾ മിക്ക ആൾക്കാരും പറയും കോഴിക്കോട് ലാംഗ്വേജ് ആണല്ലോ എന്ന് പറയാറുണ്ട്. അതേപോലെ ഇവിടെ ഇതിനനുസരിച്ച് പ്രത്യേകിച്ച് അതിനൊരു ഗുണം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ LKG മുതൽ നിസ ഹോസ്റ്റലിൽ പഠിച്ചതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വളർന്നുകൊണ്ട് അപ്പം എന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പറ്റിയെന്നുള്ളതാണ്. അല്ലെങ്കിൽ അവൾ എന്നെ എന്നോട്ടച്ച് പോയിട്ടുണ്ടാവുമായിരുന്നു. വളരെ സ്നേഹസമ്പന്നാണ്. അതെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താ അദ്ദേഹത്തിന്റെ? ബാക്കിയുള്ളവരെ പരിഗണിക്കും, നല്ലോണം കെയർ ചെയ്യും. അത് കണ്ടിട്ടുള്ളിൽ വെച്ചിട്ടൊരു നല്ല ക്വാളിറ്റി തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ? ദേഷ്യമൊക്കെ വരും, പക്ഷെ വഴക്കൊക്കെ ഉണ്ടാക്കും. അതിപ്പോ ഏതൊരു ഇതില് പോലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടാത്ത പറഞ്ഞാൽ, സെക്യൂരിറ്റിക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞ എന്നോടും ചൂടാവലുണ്ട്. പക്ഷെ അധിക സമയം നിൽക്കാറില്ല. അതങ്ങോട്ട് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും മനസ്സിലാക്കും. അത്ര അതെല്ലാ വീട്ടിലുണ്ടാവുന്ന എല്ലാ ഇടികുത്തൊക്കെ നമുക്കുണ്ട്. വഴക്കുണ്ടാകുമ്പോഴാണ് ആ സ്നേഹം അറിയുന്നത് അല്ലേ? സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ അങ്ങോട്ട് വഴക്കുണ്ടാകുന്നത്. വഴക്കുണ്ടാക്കിയിട്ട് കുറച്ചു നേരമൊക്കെ ഉണ്ടായിരിക്കുന്നുള്ളൂ. അതൊക്കെ പെട്ടെന്ന് 5 മിനിറ്റ് അത് ഇതിലങ്ങ് വിടും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹോസ്റ്റലിൽ നിന്ന്, എനിക്കൊന്ന് അടിമാലിയായിരുന്നു, ഇവിടെ നിന്ന് വേണ്ടിയിട്ട് ഇവിടെ എറണാകുളത്ത് വന്ന് പഠിച്ചതാണ് അല്ലേ? എനിക്കൊന്ന് MSc ഹോം സയൻസിൽ റാങ്ക് മേടിച്ച ആളാണ്, റാങ്ക് ഹോൾഡറാണ്. അക്കാലത്ത് എനിക്ക് പറയുന്നൊരു 30-32 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയായി പറയുന്നത്.
പഠിച്ചിട്ട് അങ്ങനെ പഠിച്ചിട്ട് പിന്നെ അത് ആ ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാനോ അതൊന്നും ശ്രമിക്കാതിരുന്നത്? പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാതിരുന്നത് അന്ന് ഞാനൊരു 1975 എന്ന് പറയും, ഞാനൊക്കെ ഒരു LKG UKG പഠിക്കുന്നത്. അപ്പോൾ അന്ന് മുതലേ ഞാൻ ബോർഡിങ്ങിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫാമിലി ആയിട്ടൊരു സെറ്റായി ഇങ്ങോട്ട് കോഴിക്കോട് വന്നതിന് ശേഷം 2-3 ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഗസ്റ്റ് ലെക്ചറായിട്ട് ആദ്യം, പിന്നെ കോളേജിലേക്കും ഒക്കെ. പക്ഷേ അത് പിന്നെ എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഫാമിലിയും ബിസിനസ്സും ഒക്കെ ആയിട്ട് പിന്നെ ഇവിടെ തന്നെ പിന്നെ മക്കളായി, പിന്നെ അവരുടെ കാര്യങ്ങളായി, അങ്ങനെയൊക്കെ ആയിട്ട് പൂർണ്ണമായിട്ട് ഒരു കുടുംബസ്ഥയായിട്ട് നിൽക്കണം, അതെ. അത്രേ ഉള്ളൂ. അല്ല തിരക്കായിരുന്നെങ്കിൽ ഒരുപാട് പോകാൻ ജോലിയുണ്ട്. പക്ഷേ കമ്പനിയുടെ കാര്യങ്ങളും എല്ലാം അതാത് ദിവസത്തെ കാര്യങ്ങളെല്ലാം അറിയാറുണ്ട്, അദ്ദേഹം പറയാറുമുണ്ട്. അപ്പം അതുമായിട്ട് അങ്ങനെ ഇവിടുത്തെ ഒരു ബിസിനസ്സുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്തങ്ങ് പോയി പോകുന്നു. വൈഫ് അങ്ങനെ വളരെ സപ്പോർട്ടീവായിട്ടാണ്. തീർച്ചയായും എല്ലാ കാര്യം നമ്മൾ തുടക്കം മുതൽ എൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം മുതൽ നല്ല സമയം വരെ ഞാൻ ഓരോ ഡെയിലി കാര്യങ്ങൾ അവൾ കേൾക്കില്ല, പറയണ്ടെന്ന് പറയും. എന്നാലും ഞാൻ പറയും. അത് എനിക്കൊരു സമാധാനമാണ്. എല്ലാ ഡെയിലി കാര്യങ്ങൾ ഇങ്ങനെ പറയാന്നുള്ളത് എൻ്റെ ഒരു സമാധാനം. ടെൻഷൻ ഒഴിഞ്ഞു കൊടുക്കുക. അതാണ് സത്യത്തിൽ, അതാണ് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലൊക്കെ കാര്യങ്ങൾ പറയും. ഭയങ്കര ടെൻഷൻ അടിച്ചൊരു കാര്യം പറഞ്ഞത് എന്താണ്? പെട്ടെന്ന് നമ്മൾ ഓർക്കും ആ സാധനം. അത് പ്രത്യേകിച്ച് ബിസിനസ്സിൽ ഒരു സ്റ്റേജിൽ ഒരു റെയിലിൽ കയറുന്ന വരെ കുറച്ച് ടെൻഷൻസ് ഉള്ള കാലം ഉണ്ടായിരുന്നു, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എന്നെ പോലെ തന്നെ അവളും സ്ട്രഗിൾ ചെയ്തിരുന്നു അന്നൊക്കെ. പരസ്പരം ഇപ്പം ഒരു നമ്മളെ ബാങ്ക് ലോണൊക്കെ ഉള്ള കാലഘട്ടം ഉണ്ടല്ലോ, ആ സമയത്തൊന്നും കോവിഡ് വന്ന് ആ കുറെ മുമ്പുള്ള സമയങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ആ ടൈമിലൊക്കെ ഉള്ള ടെൻഷനൊക്കെ മിക്കവാറും നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ. അന്നൊന്നും കുട്ടികളും കൂടിയില്ല, കുട്ടികളെല്ലാവരും ഹോസ്റ്റലിലാണ് ആ സമയത്തൊക്കെ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഉള്ളു അന്നേരം വീട്ടിലും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാന്നുള്ളതായിരുന്നു. ഞാനത് മിക്ക ആൾക്കാരോടും പറഞ്ഞത് കഴിയുന്നത്ര ലോൺ എടുക്കരുതെന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് ലോൺ എടുക്കുക ബിസിനസ്സിന് തുടങ്ങാൻ വേണ്ടിയിട്ട്, അത് കഴിഞ്ഞ് പിന്നെ ലോൺ എടുക്കരുതെന്ന് പറയുന്ന കൂട്ടത്തില്ല പെടുണ്ടാവും. അത് നമ്മൾ കോവിഡ് ആണെങ്കിലും ശനിയും ഞായറൊക്കെ മീറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലീവ് ഇല്ല, ഒന്നുമില്ല. നമുക്കൊരു ശനിയാഴ്ച ബന്ദ്, ഇതൊക്കെ പകുതിയിലേറെ സ്ഥാപനത്തിൽ ലീവുള്ള സമയത്ത് ഇതൊക്കെ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയല്ല. അപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ബാങ്ക് ഇൻഡസ്ട്രീനെക്കാട്ടി പ്രോഫിറ്റുള്ള ബിസിനസ് ഒന്നും ഇല്ല. ബാങ്കുകാർക്ക് വേണ്ടി നയിക്കുന്ന പോലെ ആയി ഇവിടെ ആളുകളുടെ ലൈഫ്. അപ്പോൾ അതിൽ നിന്ന് എത്രത്തോളം ബാക്കിൽ അടിക്കുന്ന അവർക്കാണ് ഇപ്പോൾ ഗ്രോത്ത്. സത്യത്തിൽ നമ്മൾ ആ രണ്ടും അനുഭവിച്ച ആൾക്കാർ. ബാങ്കിൽ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇഷ്ടംപോലെ ലോണിൻ്റെ, ഇപ്പം ദൈവം സഹായിച്ച് നമുക്ക് ലോണൊന്നുമില്ല. അതിന് രണ്ടിനും എന്നാൽ ആ ഇൻട്രസ്റ്റ് കിട്ടിയാൽ മതി നമുക്കൊന്ന് കംഫർട്ടബിൾ ആവാൻ. മറ്റത് ഫുൾ ബാങ്കിന് വേണ്ടി മാത്രം നയിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്നെക്കാട്ടും കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവാൻ വിചാരിക്കും. കാര്യത്തിൽ എന്തുണ്ടെങ്കിലും വന്ന് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടല്ലേ. അപ്പോൾ എനിക്ക് ധൈര്യം തന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ചുരുക്കം പറഞ്ഞല്ലേ, എന്നെ ഒരു ബാക്ക് ബോണായിട്ട് നിർത്തി എന്നുള്ളതാണ്. നമുക്ക് ഒന്ന് കാര്യം തുറന്നു പറയാനും അത് കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നതിന് വലിയ കുറെ കേൾക്കുമ്പോൾ ഇതൊക്കെ പറയും, പക്ഷെ കേൾക്കല്ലാണ്ട് നിവർത്തില്ലല്ലോ. ശല്യമാണെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ചുമ്മാ ചോദിക്കുന്ന കേട്ടോ. ഒരു അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ വളരെ ചെറിയ പ്രായത്തിൽ വണ്ടി ഓട്ടിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതായത് അടിമാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അത്രയും ഒരു ഹിൽ ഏരിയയാണ്, അങ്ങോട്ട് എറണാകുളം വരെ ജീപ്പല്ലേ? അന്ന് ഞങ്ങൾക്ക് ജീപ്പായിരുന്നു. ജീപ്പുണ്ട്, പിന്നെ അംബാസഡർ അല്ലേ, ഫിയറ്റോ. അംബാസഡർ. പാപ്പയുടെ ആഗ്രഹമായിരുന്നു പഠിക്കണമെന്നുള്ളത്. പപ്പ ഇങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ബോർഡിംഗ് എല്ലാം തിരിച്ച് എല്ലാ ഫ്രൈഡേസിലും എല്ലാ ഫ്രൈഡേസിലും 2 വീക്സ് കൂടുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പപ്പ ഇങ്ങനെ സ്റ്റിയറിങ് തരും. അപ്പോൾ അങ്ങനെ പപ്പയ്ക്ക് എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി ഇങ്ങനെ ഒരു ഫോർവേഡായിട്ട് അന്നേ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കണം, എല്ലാം സെൽഫ് ഇതായിരിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് അപ്പോഴേ ഉണ്ട്. അപ്പം ഇതേപോലെ ഇങ്ങനെ സ്റ്റിയറിങ് തരുമായിരുന്നു. അപ്പം അതുപോലെ അങ്ങനെ ഓടിച്ച് പിന്നെ അതിലൊരു ഇൻട്രസ്റ്റ് ആയി. അപ്പം അങ്ങനെയാണ് ഞാൻ ജീപ്പിലെടുത്ത് കോളേജിലൊക്കെ പോകുമ്പോൾ ജീപ്പ് ഓടിച്ചാണോ? കോളേജിൽ ജീപ്പ് ഓടിച്ച് പോയിട്ടുണ്ട്. ഞാൻ പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാനായിട്ട് കോളേജിൽ ചെല്ലുന്ന സമയത്ത് ജീപ്പ് ഓടിച്ചിട്ടാണ്. അന്നും അതൊരു ഇതായിരുന്നു, ജീപ്പ് ഓടിച്ചു വരുന്ന അന്നൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ ടൗണുകളിലും ആ അടിമാലി ഭാഗത്തേക്ക് പ്രത്യേകിച്ച്. അപ്പൊ സ്പീഡിൽ ഓടിച്ചിട്ട് വരികയാണെങ്കിൽ വരെ അതിന്റെ കംപ്ലൈന്റ് ആയിട്ട് ചെല്ലലുണ്ട് പപ്പയുടെ അടുത്ത്. ആ സ്പീഡിൽ ഓടിച്ച് പോയിട്ടുണ്ട് വണ്ടി. റാലിയിൽ എന്തോ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. റാലിയില് കുറച്ച് മുന്നേ ആണത്. ഒരു സിറ്റിസൺ ക്ലബ് റാലിയിലും പിന്നെ ഈസ്റ്റേണിന്റെ 2 ലേഡീസ് വിങ്ങില് 2 പ്രാവശ്യം പ്രൈസ് വാങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വണ്ടിയൊക്കെ എടുത്തോണ്ട് എവിടെയെങ്കിലും പോവാം അല്ലേ? ധൈര്യമായിട്ട് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ നിസ ഓടിക്കുമ്പോഴാണ് ഞാൻ റിലാക്സ് ആയിട്ട് കടന്നുറങ്ങാൻ. അത് പപ്പ അതുപോലെ തന്നെ കേട്ടോ. പപ്പ നവാസ് ഓടിക്കുമ്പോൾ നവാസിന് അധികം ഓടിക്കാൻ കൊടുക്കാറില്ല, കാരണം നവാസ് സ്വന്തം പഠിച്ചതാണ്, നിസനെ പപ്പ പഠിപ്പിച്ചതാണ്. അപ്പം യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ മിക്ക സമയത്ത് നിസ ഓടിക്കുകയാണെങ്കിലും അപ്പൊ സൈഡിൽ കടന്നുറങ്ങും. അപ്പൊ അത്രയും ഡ്രൈവിങ്ങിന്റെ കാര്യത്തിൽ ഇതുവരെ ദിവസമായിട്ട് കംഫർട്ടബിൾ ആണ്. നമ്മുടെ സ്വന്തം കാര്യത്തിന് എന്താണേലും ഏത് സമയത്താണേലും പേടിയില്ല. എനിക്ക് മക്കളെ അതുപോലെ ആക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഒരു 10th ഒക്കെ ആയപ്പോഴേക്കും അവരെയും
ഡ്രൈവിംഗ്. അതെ തീർച്ചയാണ്. കാരണം ആലോചിക്കണേ 30-32 വർഷം മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത്. അന്ന് മുസ്ലിം സമുദായത്തിൽ നിന്നൊക്കെ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുക എന്ന് പറയുന്നതൊന്നും അത്ര ഇതായിട്ടൊന്നുമല്ല. പ്രത്യേകിച്ച് അങ്കമാലി ഒരു സ്ഥലത്തു നിന്നാണ്. ആ ബാപ്പയുടെയൊക്കെ ഒരു ദീർഘവീക്ഷണമൊക്കെ ആലോചിച്ചാണ് അവർ പഠിക്കണം, അവർ പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കട്ടെ, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാം. ഒരു നല്ല വായിക്കുമായിരുന്നു. പിന്നെ പപ്പയും അതുപോലെ ആ ഫാമിലിയിൽ പ്രത്യേകത നിസ ആണെങ്കിലൊക്കെ ഒരു യാത്രയിൽ എത്ര വലിയൊരു ബുക്ക് ഒരു എത്തുമ്പോഴത്തേക്ക് വായിച്ച് തീർന്നിരിക്കും. അത് പപ്പ മുതൽ ആ വീട്ടിലെല്ലാവരും ഫുൾ ടൈം വായിക്കുമായിരുന്നു. ഈ കറണ്ട് ബുക്സിലും അതിലൊക്കെ എല്ലാത്തിലും മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ പപ്പ എന്റെ സിസ്റ്റർ ഇപ്പം കുറച്ചായിട്ട് വായന നിർത്തിയിട്ടുണ്ട്. പക്ഷെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാല് പപ്പയുടെ ആ മെമ്പർഷിപ്പിൽ അവളൊക്കെ എപ്പോഴും ബുക്സ് എടുത്ത് ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്, മലയാളം, ഇംഗ്ലീഷ് എല്ലാം. കൂടുതൽ വായിച്ചിട്ടുള്ള ആരുടെ പുസ്തകമാണ്? ആ സമയത്ത് നിൽസം മോൺസിനെക്കാണ് ഞാൻ കണ്ടത് കോളേജിൽ പഠിക്കുന്ന സമയത്ത്. പക്ഷെ എന്നാലും അങ്ങനെ ചോദിച്ചാൽ മാധവിക്കുട്ടിയുടെ എല്ലാം ബുക്സ് ഒക്കെ അങ്ങനെയൊക്കെ വായിക്കുമായിരുന്നു. ഇപ്പോഴുണ്ടോ വായന? ഇല്ല, ബുക്സ് വാങ്ങി വെക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ ചില എന്നാലും ഇപ്പൊ ഈ അടുത്ത് വായിച്ചത് ആടുജീവിതമാണ്. ഒറ്റ ഇരിപ്പിന് വായിച്ചു. സിനിമ ഉണ്ടോ അതിന്റെ? സിനിമ വായിച്ചതിന് ശേഷം പോയിട്ട് മൂവി കണ്ട് ഇഷ്ടപ്പെട്ടു. ആരാണ് ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ? എല്ലാവരും ഇല്ല, നല്ല ഒരുമിച്ചാണോ പോയത്? ഇദ്ദേഹം പുസ്തകം പ്രേമി അല്ലെന്ന് തോന്നുന്നു. ഞാൻ ഉറങ്ങാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. കോളേജ് പഠിക്കുമ്പോൾ പിന്നെ ഉറക്കം കിട്ടിയില്ലെങ്കിൽ ബുക്ക് എടുത്ത് നോക്കും, അപ്പോൾ ഉറക്കം കിട്ടും. പക്ഷെ ഡിഗ്രി ഇതെല്ലാം കഴിഞ്ഞ പഠിക്കേണ്ട സമയത്ത് പഠിക്കട്ടോ, വേറെ കാര്യം അല്ല. BSc ഒക്കെ കഴിഞ്ഞ് അതെ പഠിക്കേണ്ട സമയത്ത് പഠിക്കല്ല, ഞാൻ പറയത്താം. പക്ഷെ വായിക്കും. പക്ഷെ വളരെ ഞാൻ വായിക്കുന്നത് കൂടുതൽ പിന്നെ മനഃശാസ്ത്രം പോലത്തെ അങ്ങനത്തെ ടൈപ്പ് മാഗസിൻസ് അന്ന് പോലെ ഞാൻ വായിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടം. സപ്പോർട്ട് ചെയ്യും കേട്ടോ. കാരണം ഏതെങ്കിലുമൊക്കെ ബുക്സ് ഒക്കെ ഞാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വന്ന് തുടക്കകാലത്തേക്ക്, ഇപ്പോഴല്ലേ നമുക്ക് ഓൺലൈനിലും എല്ലാം നമുക്ക് ബുക്ക് കിട്ടുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ആകുമ്പോൾ ബുക്സ് ഒക്കെ വാങ്ങി തരാനും അതിനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. റാലിയിൽ 1ാം സമ്മാനം വാങ്ങിച്ചപ്പോൾ എന്തെങ്കിലും സമ്മാനം തന്നോ, ഗിഫ്റ്റ് തന്നോ? പരാതി ഉണ്ടല്ലോ, ചെറിയൊരു പരാതി. ജീവിതത്തിൽ എപ്പോഴെങ്കിലും സമ്മാനങ്ങൾ വാങ്ങിച്ചതുണ്ടോ? തരാറുണ്ട്. അത് മിക്ക സർപ്രൈസ് ഇഷ്ടം പോലല്ല. ആ ഒരു സർപ്രൈസ് കിട്ടിയ ഒരു മുഹൂർത്തം ഉണ്ട്, പറയും. ഭയങ്കര അത്ഭുതപ്പെടുത്തിയ ഒരു സന്ദർഭമുണ്ട്, ആ ചിരിയിലുണ്ടത്. അത്ഭുതപ്പെടുത്തിയ ഒരു പ്രാവശ്യം ഞാനങ്ങനെ എനിക്കായിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു കാറൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. മുപ്പരാണെങ്കിലും എടുക്കുമ്പോൾ അവരുടെ ഇതിലല്ലേ എടുക്കുന്നത്. പക്ഷെ എനിക്ക് സ്വന്തമായിട്ടൊരു കാറ് വാങ്ങി, എൻ്റെ പേരിലൊരു കാറ് വാങ്ങി. ഏത് കാറായിരുന്നു അത്? BMW ഫസ്റ്റ് 5 സീരീസിന്റെ കേരളത്തിൽ ആദ്യത്തെ വണ്ടിയാണ്. നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ മിക്കവാറും ട്രൈ ചെയ്യാറുണ്ട്. നമ്മൾ ആദ്യത്തെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കാറുണ്ട്. നമ്മളെ കൂട്ടത്തില്ല എല്ലാ വണ്ടിയും എടുത്ത വണ്ടികൾ അധികം ഫസ്റ്റ് വണ്ടി. ഇപ്പോൾ ഞങ്ങളൊരു മേബാക്കിൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾ ബുക്ക് ചെയ്തിട്ട് ഫസ്റ്റ് വണ്ടി ഇറക്കണം. ഞങ്ങൾ മിക്ക വണ്ടിയും ഫസ്റ്റ് വണ്ടി ഇറക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. മിക്കവാറും കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിലുള്ള അധിക വണ്ടികളും കേരളത്തിൽ ആദ്യത്തെ വണ്ടികളാണ്. ഇപ്പോൾ ഇവൻ പിന്നെ BMW IX ഉണ്ട്, അതും കേരളത്തിൽ ആദ്യത്തെ വണ്ടിയാണ്. ഇപ്പം നിസക്ക് വാങ്ങിയ വണ്ടിയാണെങ്കിലും എല്ലാം ബെൻസ് ആണെങ്കിലും ഇപ്പോൾ മോക്ക് കൊടുത്തൊരു ബെൻസ് ഉണ്ട്, അതും എല്ലാം കേരളത്തിൽ ആദ്യത്തെ വണ്ടിയാണ്. മിക്കവാറും അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്, നടക്കാറുണ്ട്. വണ്ടിയുടെ ഇത്രയും ഭ്രമം വരാൻ കാരണം എന്താ? അത് ചെറുപ്പത്തിലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. ചെറുപ്പത്തിൽ പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത ബ്രദർ കല്യാണം കഴിച്ച കേരള റോഡ്വേസ് KRSന്റെ മൊയ്തുവാജിയുടെ മകനാണ്. അപ്പോൾ അവർ മകളെയാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ആ സമയത്ത് മൊയ്തുവാജൊക്കെ വരുന്നത് നമ്മൾ അന്ന് ചെറുപ്പമല്ലേ, സ്കൂളൊക്കെ ചെറിയ പ്രായം. അപ്പോൾ ബെൻസിലിങ്ങനെ വരുന്നത് കണ്ടിട്ട് അന്ന് മുതലേ പിന്നെ ബെൻസിനോട് അന്നങ്ങ് മനസ്സിൽ കയറിയതാണ് ബെൻസ് എന്നുള്ളത്. പിന്നെ ആ ബെൻസിൻ്റെ വെറൈറ്റി വണ്ടികൾ ഫാദറിനോടൊക്കെ ഞാൻ നിർബന്ധിച്ചിട്ടാണ്, ഫാദറിനടുത്ത് വേറെ വണ്ടികളായിരുന്നു, ഞാൻ നിർബന്ധിച്ചിട്ടാണ് ബെൻസൊക്കെ എടുപ്പിച്ചത്. എനിക്ക് വണ്ടി ബെൻസ് എടുത്തതാണ്. എത്ര വണ്ടിയുണ്ട്? ഒരു അത്യാവശ്യം എല്ലാ വണ്ടിയും ഇവിടെ ഉണ്ട്, കമ്പനിയിലുണ്ട്, മറ്റേ വീട്ടിലെ എല്ലായിടത്തായിട്ട് സ്പ്രെഡ് ആയിട്ട്. അതെ, ഏതെങ്കിലും എടുത്തിട്ട് പോകല്ലേ. അപ്പം ഈ അന്ന് ആ വണ്ടി കൊണ്ടുവന്ന് എവിടെ കാണിക്കുകയാണ്, എന്താ ചെയ്തത്? അവിടെ പോയിട്ട് ഫസ്റ്റ് പർച്ചേസ് അല്ലേ, അവരുടെ ലോഞ്ചിലാണ് പോയിട്ട് നമ്മള് കാർ പഠിക്കാനാ പോകുന്നത്. ഫസ്റ്റ് പറഞ്ഞു, പക്ഷെ എനിക്കായിട്ടൊരു ഗിഫ്റ്റ് ആണെന്നുള്ളത് അന്ന് പറഞ്ഞു. എന്തായിരുന്നു വിശേഷം? കൊടുക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നു? വൈഫിന് കൊടുക്കാൻ? ആ വണ്ടി ഫസ്റ്റ് വണ്ടി ഇറങ്ങുകയാണ്. വൈഫിന് ഇത് കൊടുക്കണോ? സഹിച്ചതല്ലേ, ഒരു കാറൊന്നും പോരാ, അതായിരിക്കും ഇത് ഒരുപാട് പിടിച്ചിട്ടൊന്നും. രണ്ടുപേരും ഈ പറഞ്ഞ പോലെ ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നു, ഒരു ആദ്യത്തെ കുട്ടി ഉണ്ടാവും അല്ലേ? മോനായിരുന്നു. മോളും കല്യാണം കഴിച്ചു, രണ്ടാമത്തെ മോളും കല്യാണം കഴിച്ചു. 3 പേരുണ്ട്. 3 പേര്. ആദ്യത്തെ മോന്റെ പേരെന്താ? ആർസു സക്കീർ ആണ് പേര്. ആർസു. രണ്ടാമത്തെ ആളുടെ പേര് ആമിയ സക്കീർ ആണ്. മൂന്നാമത്തെ പേര് അമൻ സക്കീർ. എന്നാലും ഉമ്മയുടെ പേര് ഇടത്തില്ല, അത് നമ്മൾ പരാതി പറയേണ്ടത്. സത്യത്തിൽ ഇവിടെയൊക്കെ എങ്ങനെ അറിയോ, കാലിക്കറ്റിലൊക്കെ സാധാരണ ഫാദറിന്റെ പേര് ഇടാറില്ല. ഇവിടെയൊക്കെ ഇനീഷ്യലാണ് ഉപയോഗിക്കുക. അപ്പോൾ KV സെക്യൂർ അങ്ങനെയാണ് ഇവിടെ ഉപയോഗിക്കുക. ഞാനത് പഠിച്ചത് അടിമാലിയിലൊക്കെ ഫാദറിന്റെ പേര് വിട്ടിട്ട്, ആ ഭാഗങ്ങളിലൊക്കെ അധികം ഫാദറിന്റെ പേര് വിട്ടിട്ടാണ്. ഇപ്പം മാറ്റിയായിരുന്നു, അത് കുറെ മുന്നേ തന്നെ മാറ്റി. ഇപ്പോഴത്തെ കുട്ടികളൊന്നും പക്ഷെ മാറ്റുന്നില്ല. അത് അവരവരുടെ
father അപ്പോൾ അത് നല്ലൊരു ഇതാ തോന്നി. അപ്പോൾ പിന്നെ എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ ആ ഒരു രൂപത്തിലേക്ക് നിസന്നെ അങ്ങനെ സെറ്റ് ചെയ്തതോ. അല്ലെങ്കിൽ KV എന്നാ പറയുക, ഞങ്ങളെ ഫാമിലി നെയിം കളത്തിങ്ങൽ ഫാമിലി. അപ്പോൾ എപ്പോഴും KV ഇനീഷ്യലായിരിക്കും. നമ്മൾ താഴെ വരെ പോകുന്നത് നോർമൽ ആ സിസ്റ്റത്തിലാണ്. ഫാദറൊക്കെ KVയിലാണ് പോവുക. ഇളയാളാന്ന് തോന്നുന്നു ഡോക്ടർ അല്ലേ? അല്ല, രണ്ടാമത്തെ മോള് ഡോക്ടർ. മോളാണ് ഡോക്ടർ. മൂത്താളും ചെയ്യുന്നു. മൂത്താള് US അല്ല UK വാർക്ക് ബിസിനസ് സ്കൂളിലായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു. ഇപ്പം ഇപ്പം ജിയോജിത്തിൽ പിന്നെ കുറച്ചുണ്ടായിരുന്നു. ജിയോജിത്തിൽ അവൾ ഫിനാൻസ് ആയിരുന്നു അവൾ കഴിഞ്ഞത് UK-ന്ന്. അത് രണ്ടാമത്തെ മകള് ഡോക്ടറാണ്. മൂന്നാമത്തെ മകന് പിന്നെ US ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ബിസിനസ് എക്കണോമിക്സ് ആണ്. അതിൻ്റെ കൂടെ ഫ്ലൈയിങ് ക്ലബിലും കൂടെ ഇപ്പോൾ PPL ഓൾറെഡി എടുത്തു കഴിഞ്ഞു. CPL-ലേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളെല്ലാം ഇങ്ങനെ പുറത്തു പോയി പഠിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും തനിച്ചാവുന്നതിന് വിഷമമുണ്ടല്ലേ? ഇല്ല, മക്കളെ ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ. പക്ഷെ അവർക്ക് നല്ലൊരു എഡ്യൂക്കേഷനും നല്ലൊരു എക്സ്പ്ലോഷൻ ഇത് കിട്ടണം എന്നുള്ളൊരു മനസ്സുള്ളതുകൊണ്ട് അവരങ്ങനെ വിട്ടു. നമ്മുടെ ഈ ഫറോക്ക് ഫാമിലിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി UK-ലൊക്കെ പോയിട്ട് പഠിക്കുന്നത്. നമ്മുടെ ഫാമിലി ഒന്നും അങ്ങനെ പഴയ ഫാമിലി അല്ല. ഫാദറൊക്കെ എന്നെ കുറേ ചോദിച്ചിന് എന്തിനാ അങ്ങനെ ഒറ്റക്ക് വിടുന്നു എന്നല്ല. പക്ഷേ ഇവിടത്തേക്കാളും എത്രയോ സേഫാണ് പുറത്ത് പോയി പഠിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ യാത്ര ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അനുഭവമാണല്ലോ. നമുക്ക് ഒരു ബാംഗ്ലൂർ പഠിപ്പിക്കുന്നതിനേക്കാളും 100 ഇരട്ടി സേഫാണ് UK-ലോ US-ലോ പഠിപ്പിക്കുന്നത്. മാത്രമല്ല അവർക്ക് കിട്ടുന്നൊരു എക്സ്പോഷർ അങ്ങനല്ലേ. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ്. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവരെവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അവിടെ കൊടുക്കുക, അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. ഭക്ഷണ കാര്യം വളരെ പ്രധാനമാണല്ലോ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ നല്ല ഭക്ഷണം എല്ലാവരും ചോദിക്കാറുണ്ട് MSc ഹോം സയൻസിലെ നല്ല ഭക്ഷണമാണെന്നുള്ളത്. ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. അടുക്കളയിലൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാനേജ്മെന്റ് ആണ്. അതായത് അവിടെ ജോലിക്കാരോട് പറയാം ഉണ്ടാക്കാറില്ല. അല്ല, ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അത് കുട്ടികൾ ചെറുതായിരുന്നപ്പം എപ്പോഴും അവർക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡായിരുന്നു ഇഷ്ടം. പിന്നെ ഇപ്പൊ വലുതായി കുറുക്ക് അതല്ല എന്തായിരുന്നു ഉണ്ടാകുന്ന ഭക്ഷണങ്ങളൊക്കെ പറയും. എനിക്ക് കൂടുതലും ഇങ്ങനെ സ്നാക്സ്, ഡെസേർട്സ് അതൊക്കെ എന്റെ കൂടുതലും ഫേവറേറ്റ് ആയിട്ടില്ല. അങ്ങനത്തെ ഒക്കെ കൂടുതലും ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ അത് കഴിച്ച് അവര് തന്നെ മടുത്തു. ഇല്ല, ഇപ്പോഴും പറയും കുട്ടികള്, മമ്മ അങ്ങനെ ഉണ്ടാക്കുന്നത് ഇത് ഇഷ്ടമായിരുന്നു, അതിപ്പോ ഉണ്ടാക്കുന്നില്ലല്ലോ അങ്ങനെ. പക്ഷെ ഇപ്പം കൂടുതലും തിരക്ക് കുറച്ച് കൂടി. ഇപ്പം അടുക്കളയില് മാനേജ്മെന്റ് മാത്രം. ശരിയാണ്. ശരി, മാനേജ്മെന്റില് സത്യത്തില് വീട് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീടിന്റെയും ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ പകുതി ലോഡ് ഇവിടെയാണ്. ഞാൻ ബിസിനസ്സിൽ ബാക്കി ഒരു ചിന്ത എന്നെ വെച്ചിടത്തോളം ഈ ഒരു സെക്ഷന് 100% നിസിന്റെ കൺട്രോളിലാണ്. ഞാനത് ഇടപെടാറില്ല. ഇടപെട്ട് കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ വെറുതെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഏതാ? കഞ്ഞിയാണെന്ന് പറയണമെന്ന് ചോദിച്ചത്. എനിക്ക് കഞ്ഞിയും പയറും. കഞ്ഞി ഇഷ്ടമാണ്. അല്ല, അതാണ് ചോദിച്ചത്, കഞ്ഞിയാണോന്ന് പറയണമെന്ന് ചോദിച്ചത്. കഞ്ഞി ഇഷ്ടമാണ്. കപ്പ അതുപോലത്തെ ഒരു നാടൻ ഭക്ഷണങ്ങളാണ്. നാടൻ ഭക്ഷണം. ചോറ് മുളകിട്ട് കൂട്ടിയിട്ടുള്ള ചോറൊക്കെ ഭയങ്കര ഫിഷ് നമ്മുടെ ഫിഷ് നമ്മുടെ ഒരു വീക്ക്നെസ്. കാരണം നമ്മുടെ ഫറോക്കിൽ നമ്മുടെ ഡെയിലി ഫ്രഷ് മീൻ കിട്ടുന്ന നമ്മൾ റിവർ സൈഡിലാണ് നമ്മൾ താമസിക്കുന്നത്. റിവർ ഏരിയ ഉള്ളതുകൊണ്ട് ഫ്രഷ് മീൻ കിട്ടും. മീന് നമ്മുടെ ഒരു പാർട്ടാണ്. മീന് രാവിലെ ഉച്ചയ്ക്കും രാത്രിയും മീന് കൊടുക്കുകയാണെങ്കിൽ അത്ര ഇഷ്ടം. ഏത് സമയമാണെങ്കിലും സന്തോഷമാണ്. അപ്പം പിന്നെ ദേഷ്യമൊക്കെ മാറി അല്ലേ? അപ്പൊ നല്ലതായിട്ട് പാചകമൊക്കെ ചെയ്തു തരും. ആ രീതിയിൽ ഭക്ഷണമൊക്കെ വരുന്നതിന് മുമ്പ് എന്താ വേണ്ടതൊക്കെ ഇൻഫോം കിട്ടും. ഭയങ്കര രസമായിട്ട് ഇട്ടിരിക്കുന്ന ആംബിയൻസ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് ഫറൂഖ് പുഴ ഒഴുകുന്നു അല്ലേ? അത്ര മനോഹരമാണ് കാഴ്ച. നല്ല മനോഹരമായൊരു വീട്. ഇത് ആരുടെയാണ് ഈ ഡിസൈൻ? അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വേണമെന്നൊക്കെ ഇതുമെല്ലാം സക്കീർക്ക തന്നെയാണ് പ്ലാൻ ചെയ്തതൊക്കെ. സക്കീർക്കാണല്ലോ വിളിക്കുന്നത്. അതിൽ ഫാഷനൊക്കെ ആക്കാം. ഒറ്റ കാണുമ്പോൾ തെറിയവരെ വിളിക്കുന്നുണ്ട്. വേറെ കാര്യം അത് നമ്മുടേതായിട്ടുള്ളൊരു കോൺസെപ്റ്റില് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഉണ്ടാക്കിയൊരു വീടാണ്. ഗംഭീര, വളരെ കാമാണ്. അതിനകത്ത് കയറുമ്പോൾ തന്നെ വളരെ ശാന്തത വരുന്നുണ്ട്. നമ്മുടെ ആർക്കിടെക്ട് NM സലീം ആർക്കിടെക്ട് ഉണ്ടല്ലോ, പുള്ളിയുടെ മകനുണ്ട് ആദിൽ, അവരാണ് ചെയ്തത്. NM സലീമാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ആദിലാണ് ബാക്കിയുള്ള നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ടൈപ്പിൽ നമ്മൾ യാത്ര ചെയ്യുന്നതാണല്ലോ. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും യൂറോപ്യൻ കോൺസെപ്റ്റ് വീട് പറഞ്ഞതാണ്. എനിക്ക് ആ ഒരു പ്രകാരം ഈ വീട്ടിൽ വളരെ എന്താ ഒരു ദിവസം ഒരു റുട്ടീൻ എങ്ങനെയാണ്? ഇവിടെ നിന്ന് ഇങ്ങനെ കാഴ്ച കണ്ടോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മിക്ക സമയത്തും അവള് ഇങ്ങനെ ഇവിടുന്ന് റീൽ എടുക്കുന്നത് കാണാം. സ്വന്തം കാണാനുണ്ട്, പുറത്ത് വിടാറില്ല. എന്നിട്ട് നമ്മളൊരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, അതിലിടും. ഇങ്ങനെ ഡെയിലി പോയയുടെ ഇത് മാറിക്കൊണ്ടിരിക്കും. അതൊരു സ്കൈഡ് ഡിഫറെന്റ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇങ്ങനെ കളേഴ്സ് ഓരോ ദിവസം ഓരോ പോലെയാ. അപ്പൊ ഇങ്ങനെ അതൊക്കെ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. പുഴയിലാണെങ്കിൽ മലവെള്ളം ഉള്ള സമയത്ത് ഒരു കളർ, നോർമൽ കളർ, അങ്ങനെ ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ വരുമല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ പൂളായിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ
എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ റീൽസ് ഇട്ട് നമ്മളെ വെറുപ്പിക്കുക. അതിങ്ങനെ നമ്മൾ ഗ്രൂപ്പിലിടും. അങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കുവോ? കുട്ടികൾക്ക് അങ്ങനെ ആഗ്രഹം വല്ലതും ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ആക്ടിങ് ആഗ്രഹം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അല്ല, അവരെല്ലാം പഠിച്ചില്ല, നല്ല നിലയിൽ നിൽക്കല്ലേ, അവരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കല്ലേ. ദൈവവിശ്വാസിയാണെന്ന് നല്ല അറിയാം. ഒരു ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും എവിടെയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, പലയിടങ്ങളിലും അദ്ദേഹത്തിന് തഴുകി ഈശ്വരൻ്റെ രൂപത്തിൽ പലരും വരാറുണ്ടെന്ന്. നല്ല തികഞ്ഞ ഈശ്വര വിശ്വാസിയാണോ? പള്ളിയിൽ പോവോ പ്രാർത്ഥനകളുമായി കേട്ടൊക്കെ? എങ്ങനെയാണ്? പോവും, പള്ളിയിലൊക്കെ പോവും. നിസ പള്ളി നമ്മൾ പള്ളിയിൽ പോകാറില്ല, വീട്ടിൽ നിന്ന് തന്നെ പ്രാർത്ഥനകളൊക്കെ വീട്ടിൽ തന്നെ. ഈശ്വരനാണ് നമ്മളെ ഇങ്ങനെ അല്ലേ, ഏതെങ്കിലുമൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൊണ്ടുപോകുന്നത് ഈശ്വരനാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ ഏതെങ്കിലും സന്ദർഭം തോന്നിയിട്ടുണ്ടോ? തോന്നാത്ത ഒരു ബ്ലെസ്സിങ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. അത് ഒന്നെടുത്ത് പറയാനില്ല. അങ്ങനെ എല്ലാ ഇതിലും അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിലെല്ലാത്തിലും ആ ടൈമിന് നമ്മളെല്ലാ കാര്യങ്ങളും എവിടെയും നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ എല്ലാ ബുദ്ധിമുട്ടും ലൈഫിൽ വന്ന് പോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ കറക്റ്റ് ടൈമിന് വന്ന് നമുക്ക് ഹെൽപ്പ് പല ഭാഗത്തുനിന്ന് എവിടെയെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് മറികടക്കാനുള്ള ഒരു കഴിവ് തന്നിട്ടുണ്ട്, കഴിവ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാ മനുഷ്യരിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഗ്രോത്തിൻ്റെ പിന്നിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ലൈഫിൽ കടന്നിട്ടാണല്ലോ ഒരു ബിസിനസ് വിജയിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബിസിനസ്സിൽ ഉണ്ടാവേണ്ട ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ എത്തിയത്. അതൊരു പാടാണ്. നമുക്കൊരു ഓരോ സമയത്ത് ഉണ്ടാകുന്ന പരാജയപ്പെടുന്നത് നമുക്കൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനൊരു പാടാണ്. അല്ല, ഈ പറഞ്ഞ MSc പഠിച്ചു, ഫസ്റ്റ് റാങ്കോട് പഠിച്ചു, അപ്പം ജോലിക്ക് പോകണം അല്ലെങ്കിൽ പോകണ്ടെന്നുള്ളൊരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു? ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. പക്ഷെ എൻ്റെ മമ്മിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. മമ്മി ടീച്ചറായിരുന്നു. അപ്പം അതുകൊണ്ട് ടീച്ചിങ് പ്രൊഫഷൻ മമ്മിക്ക് എപ്പോഴും ഒരു ഞാൻ അതിനൊരു കേപ്പബിൾ ആണെന്ന് മമ്മിക്ക് തോന്നിയിട്ടുള്ളതായിട്ടായിരിക്കും മമ്മി പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. പക്ഷെ അന്നൊന്നും എനിക്ക് ആ ഒരു എല്ലാ ദിവസം രാവിലെ അതിന് പോവാനുള്ള ഒരു ഇതും പിന്നെ മക്കളും ഫാമിലി ഇവരാണെങ്കിലും ഫുള്ള് ബിസിനസ്സും തിരക്കും ഒക്കെ. അപ്പം അതുകൊണ്ട് എനിക്കങ്ങനെ പോകാൻ തോന്നിയിട്ടില്ല. 2-3 പ്രാവശ്യം ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴും അതെല്ലാം പിന്നെ നോക്കാം എന്നുള്ള ഇതിലങ്ങ് ഇതാക്കി. കുട്ടികൾ പഠിച്ചതൊക്കെ LKG മുതൽ ബാംഗ്ലൂർ ബിഷപ്സിലായിരുന്നു. അപ്പം നമുക്കവിടെ വീടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ കുട്ടികളുടെ കാര്യങ്ങളിലൊക്കെ ഞാനോ ഷട്ടിലിംഗ് ആണ്, അവിടെയും ഇവിടെയും കൂടെ ആയിട്ട് പോകുന്ന സമയത്ത് നിസ ആയിരുന്നു ആ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തിരുന്നു. കുട്ടികളൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് അവിടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വീട്ടിൽ നിർത്തിയിട്ടാണ് വിട്ടു, ഹോസ്റ്റലിൽ നിർത്തിയിട്ടില്ല. ബിഷപ്പ് കോട്ടലായിരുന്നു മക്കൾ പഠിച്ചിരുന്നത്. നല്ല ഡിഫറെൻറ്റ് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ് നിങ്ങളെ പലപ്പോഴും കാണുന്നത് പുറത്തൊക്കെ വരുമ്പോൾ. കോസ്റ്റ്യൂമിൻ്റെ ആരാണ് നല്ല നല്ല കോസ്റ്റ്യൂം? അത് ഞാൻ കയറി ഇടപെടട്ടെ. പറഞ്ഞു എന്നുവെച്ചാൽ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അവൾ തന്നെ സ്വന്തമായിട്ട് പല യാത്രകളിലാണ് ഇവൾ ഡ്രസ്സ് വാങ്ങുക. പക്ഷെ അവൾ തന്നെ ഡിസൈൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനൊരു കലികളുടെ ഒരാളുണ്ട് സ്ഥിരമായിട്ട്. അവളെ കൊണ്ട് ഡിസൈൻ ചെയ്ത് വരപ്പിക്കും, എന്നിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നു. മിക്ക ആൾക്കാരും പറയും അത് എവിടുന്ന് വാങ്ങി ആര് ചെയ്തെന്നൊക്കെ ചോദിക്കും. മിക്ക ഡ്രസ്സ് അവൾ തന്നെ സ്വന്തമായിട്ട് പ്രീമിയമാണ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ പിള്ളേരുടെ ഡ്രസ്സൊക്കെ അധികം ഡിസൈൻ ചെയ്യുന്നവൾ തന്നെ. കാരണം ഇവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും കാണുന്ന ക്ലോത്തൊക്കെ വാങ്ങി വെക്കും. അതിൻ്റെ ഒരു നല്ലൊരു സ്റ്റിച്ച് ചെയ്യുന്ന ഒരു കാലിക്കറ്റിലൊരു ആശയം എന്ന് പറഞ്ഞ ആളുണ്ട്, ഉടനെ ഏൽപ്പിക്കും. നമ്മൾ വിളിച്ച് പറഞ്ഞനുസരിച്ച് അവർ കട്ട് ചെയ്ത് കൊടുത്തേക്കും. അല്ല, എനിക്ക് തോന്നുന്നു ഒരു 2 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസൈനറെ കിട്ടുന്നു അല്ലേ. അങ്ങനെയൊക്കെ വലിയ ആളാണ്. ഈവൻ ഡ്രസ്സുകളൊക്കെ അവളായിട്ടുള്ള ഐഡിയൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കും. ക്ലോത്ത് അവൾ വാങ്ങി കൊടുത്തിട്ട് റെഡിമെയ്ഡ് വാങ്ങാറില്ല, അധികം ക്ലോത്ത് വാങ്ങിയിട്ട് കൂടുതൽ എന്റർപ്രണറാണ്, വ്യവസായ സംരംഭം. നമ്മൾ കാണാതെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിനുള്ള ഡ്രസ്സൊക്കെ അങ്ങനെ തയ്ച്ചു കൊടുക്കും? അല്ല, ഞാൻ എൻ്റെ ഡ്രസ്സ് സെലക്ഷന് നിസനെ വിളിക്കാറുണ്ട്. ഞാൻ എടുക്കുന്ന അധികം ചിലപ്പോൾ ശരിയാവാറില്ല. അപ്പോൾ എൻ്റെ ഡ്രസ്സ് അധികം മക്കളും രണ്ടും കൂടെയാണ് സെലക്ട് ചെയ്ത് തരാം. മോനൊക്കെ സെലക്ട് ചെയ്ത് തരില്ല. ഡ്രസ്സിന്റെ കാര്യത്തിൽ കുറച്ച് അശ്രദ്ധ കൊടുത്തില്ല. ഏതെങ്കിലും ഇട്ടിട്ട് അങ്ങോട്ട് പോകും ഓഫീസിലേക്കും ഒക്കെ. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും എന്തെങ്കിലും ഫംഗ്ഷൻ ഉള്ളപ്പോൾ നേരെ അതുമായിട്ട് അങ്ങ് പോകും. അപ്പോൾ പോയി വന്നു കഴിയുമ്പോഴാണ് ഇന്ന് ഇങ്ങനെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, അയ്യോ ഇതിട്ടിട്ടാണോ പോയതെന്ന്. അതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലല്ലേ. പക്ഷെ നമ്മൾ അതിൽ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല. എപ്പോഴും പറയും ഇതിന് ഡ്രസ്സിന് വേണ്ടിയിട്ട് അങ്ങനെ. ഞാൻ ആ ഒരു കൂട്ടത്തിലുള്ള ആളാണ്. അധികം ആളുകളും ഡ്രസ്സിന് വേണ്ടി ഞാൻ ബ്രാൻഡ് യൂസ് ചെയ്യാറുള്ള സംഭവം ശരിയാണ്. ഡ്രസ്സിന് വേണ്ടിയിട്ട് വലിയ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് മാത്രം എനിക്ക് അഭിപ്രായമില്ലാത്ത. കാരണം നമ്മൾ എത്ര കോസ്റ്റ്ലി യൂസ് ചെയ്യണമൊക്കെ ആണെങ്കിൽ എത്ര കോസ്റ്റ്ലി ആണെങ്കിൽ നമ്മൾ 2-3 പ്രാവശ്യം കണ്ടിന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ അത് മടുക്കും. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് വലിയ സ്പെൻഡ് ചെയ്യണ ഞാൻ അവരോടൊക്കെ പറയും. ഓരോ പ്രാവശ്യം കല്യാണത്തിന്റെ സമയത്താണെങ്കിലും ഒക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ പറയും ആവശ്യമില്ലാതെ വേറെ എന്തിനു വേണം, അത് സെയിം സാധനം വാച്ചോ കാറോ എന്ത് വേണം വാങ്ങിയാൽ അവിടെ കിടക്കുമല്ലോ. അതിന് വേണ്ടി എത്ര സ്പെൻഡ് ചെയ്തെന്ന് പറയും. പക്ഷേ ഡ്രസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൽ ഞാൻ എപ്പോഴും പറയും. കാരണം അത്
എത്ര കോസ്റ്റ്ലി ഡ്രസ്സാണ് എത്ര പ്രാവശ്യം ഇടാൻ പറ്റും നമുക്ക്? 2-3 കണ്ടിന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ മടുക്കും. അത് പിന്നെ കോസ്റ്റ്ലി വിചാരിച്ചാൽ എനിക്ക് ഡെയിലി ഇട്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനെപ്പോഴും എൻ്റെ ഒരു അഭിപ്രായം അവരോട് പറയും, അതിലല്ലാണ്ട് അതിന് കൂടെ സ്പെൻഡ് ചെയ്യരുത് പറയും. പിശുക്കുണ്ടോ? ചെറിയ പിശുക്കുണ്ടെന്നല്ല. ഇല്ല, ഇങ്ങനത്തെ ഈ ഡ്രസ്സിനൊക്കെ ഇതാക്കുന്നതിൽ കുറച്ച് പറയും. ബാക്കി ഇതുപോലെ കാറിന് വേണ്ടിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ കാറാണ് ഒന്നും പറയില്ല. കാർ ഏതിനാണ് റെഡിയാണ്. അതെ, പിടിച്ചു വെക്കുന്നതുകൊണ്ട് എടുക്കാത്തതാണ്. അല്ലെങ്കിൽ ഇപ്പം ആ കാറ് ഈ കാറെന്ന് പറഞ്ഞിട്ട് കുറേ തോട്ട്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ പഴയ കാറുകൾ വാങ്ങിയിട്ട് ഇങ്ങനെ ഷെഡിൽ നിരത്തിയിടണം, അതൊക്കെ എന്നെങ്ങനെ ഇടയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ തട്ടും. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പഴയ ബെൻസുകൾ കളക്ട് ചെയ്ത് വെക്കുന്നത്. ഞാൻ മുതലേ പറയുമ്പോൾ ഇങ്ങനെ ചടപ്പിക്കും. ഞാൻ എന്നാലും 2-3 വാങ്ങി വെച്ചോണ്ടിരിക്കും. ബെൻസിൻ്റെ 10 ഇയേഴ്സിലൊരു അന്നൊക്കെ 10 ഇയേഴ്സിലൊരു ഷേപ്പ് മാറുള്ളായിരുന്നു. അപ്പോൾ ആ ഒരു ടൈപ്പിൽ 1-2 വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം പഴയ 124, 123 ഒക്കെ ഉള്ള ബെൻസുകളുണ്ട്. ബെൻസിൻ്റെ മാത്രമായിട്ടുള്ളൊരു ഏറ്റവും വില കൂടിയ കാറാണ് അതിനകത്തുള്ളത്. ഉള്ളത് ഇപ്പോൾ മേബാക്കുള്ളത്. എത്രയാണ് എനിക്ക് വില പല ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിക്ക് എത്ര 3.5 ഡിപ്പെൻസ്. അതൊരു 1.5 കോടിയോ? ഇപ്പം അത് ഇതല്ലേ, കസ്റ്റമൈസ്ഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ എന്തെല്ലാം ആഡ് ചെയ്യുന്നത്, റോൾസ് റോയ്സ് പോലെ നമ്മൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് കൂടാം കുറയ്ക്കാം. യാത്രകൾ പലപ്പോഴും ഒരുമിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത്? ബിസിനസ് യാത്രകളുണ്ട്, അല്ലാതെ അല്ലെങ്കിൽ മക്കളൊക്കെ ആയിട്ടുള്ള യാത്രയാണെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്യും. മറ്റേ ബിസിനസ് ഇതൊക്കെയാണെങ്കിൽ ചിലത് പെട്ടെന്നൊക്കെ ആയിരിക്കും ഞങ്ങൾ പോകുന്നതൊക്കെ. കുട്ടികളായിട്ടുള്ളപ്പോൾ എപ്പോഴും അവരുടെ സ്കൂള്, കോളേജസ്, ഇപ്പോൾ അവർ ഒക്കെ വലിയതായപ്പം അവരുടെ ഒരു ലീവും കാര്യങ്ങളും അങ്ങനെയൊക്കെ നോക്കിയിട്ട് നേരത്തെ ബുക്ക് ചെയ്ത് അങ്ങനെ പ്ലാൻ ചെയ്യാറ്. ഇപ്പം കൂടുതലും കുട്ടികളാണ് ഐറ്റിനറി വരെ പ്ലാൻ ചെയ്യുന്നത്. അവർക്ക് കുറച്ചും കൂടി എക്സ്പോഷറായി അവർ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മിക്കവാറും നമ്മൾ ഒരു ട്രാവൽസ് അങ്ങനെയൊന്നും നോക്കിയിട്ട് പോകാറില്ല. അവിടെ എത്തിയിട്ട് അവിടുത്തെ സിറ്റുവേഷൻസ് നമ്മളെ യാത്രകളൊക്കെ അങ്ങനെയാണ്. ഫാമിലിയായിട്ട് പോവുകയാണെങ്കിലും വെക്കേഷൻ സമയം പോകുന്നതല്ലാണ്ട് ആദ്യം ഒരു പ്ലാൻഡ് അല്ല. ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ എത്തിയിട്ട് കാർ എടുക്കും, കറങ്ങും, എവിടെ സ്ഥലം അവിടെ നിന്ന് അപ്പം Airbnb-ലോ Booking.com നോക്കും, താമസിക്കും, നെക്സ്റ്റ് നേരം അങ്ങനെയാണ് പ്ലാൻ ചെയ്യാറ്. നമ്മളൊന്നും ഒന്നും ചെയ്യാറില്ല. ഇപ്പോൾ US പോവുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മോനെ LA-ന്ന് വണ്ടി എടുത്ത് പിന്നെ സാൻ ഫ്രാൻസിസ്കോയിൽ ലാസ്റ്റ് പോകുമ്പോൾ അവിടെ വണ്ടി കൊടുത്തിട്ട് പോയി. ഇപ്പോൾ എല്ലാ വണ്ടികളും അങ്ങനെ കിട്ടുമല്ലോ. അത് കാരണം പിന്നെ അങ്ങനെ കാറ് മിക്ക സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ വണ്ടി അങ്ങ് എടുത്ത് നമ്മളായിട്ട് അങ്ങ് കറങ്ങലാണ്. അത് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഇങ്ങനെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ ഒരു ഗുണം കിട്ടിയിരിക്കുന്നത്. അതെ, എല്ലാ സ്ഥലത്തും 80 രാജ്യങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ചു. അത്രയും പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഈ പാസ്പോർട്ടിനകത്ത് ഇങ്ങനെ രാജ്യങ്ങൾ എത്ര പാസ്പോർട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ? ഇല്ല, പാസ്പോർട്ട് എനിക്കധികം മാറിയിട്ടില്ല. ഒരുവിധ സ്ഥലത്തൊക്കെ ഒരുവിധം ചെറിയ മക്കൾ ഒരുവിധമെല്ലാം വന്ന് ചെറുപ്പം മുതലേ നമ്മുടെ കൂടെ വരുന്ന കാരണം ഇവിടെ അതും ഒരു അത്യാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഒരു യൂറോപ്പിൻ്റെ ഭാഗങ്ങളും അത്യാവശ്യം അറിയപ്പെടുന്ന എല്ലാ സ്ഥലവും കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നേ എവിടെ പോയാലും ഇങ്ങോട്ട് വന്നിരുന്ന് ഈ ഒരു ഭംഗിയാണെന്ന് അത്രയും സുഖം തോന്നിയിട്ടില്ല. എപ്പോഴും പറയും അത്. ഇങ്ങനെ എവിടെ പോയിട്ട് വരുമ്പോഴും ആ വീട്ടിലേക്ക് കയറുമ്പോഴുള്ള അതൊരു വല്ലാത്ത ഫീലിംഗ് ആണെന്ന് പറയും. വിവാഹത്തെ സംബന്ധിച്ചൊരു വലിയൊരു ഒരു താത്വികമായൊരു ചിന്തയുണ്ട്. അത് ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ഒരാളെ കാണുമ്പം അവരുടെ ഉള്ളിലൊരു നെയ്ത്തിരി കത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെ രണ്ടുപേരുടെ ഉള്ളിലും നെയ്ത്തിരി കത്തി അല്ലേ, അത് പ്രണയിച്ച് കലഹിച്ചൊക്കെ പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് എനിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട, എനിക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരാളാണെന്ന്? ശരിക്കും എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ഞാൻ പറയാം റൈറ്റ് ഹാൻഡ് പോലെ തന്നെ. കാരണം എൻ്റെ ഒരു വലിയ ടെൻഷൻ, പകുതിയിലുള്ള ടെൻഷൻ കുറയുന്നത് നിസ മാനേജ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചിരിച്ചിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാവിലെ തന്നെ ടെൻഷനോട് കൂടി ഇറങ്ങി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ടെൻഷനോടാണ് ഞാൻ പുറത്തിറങ്ങുന്നത്, എനിക്ക് എൻ്റെ ചിരി ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ ചിരിൻ്റെ മെയിൻ പിന്നിലുള്ള ഇതാണ്. രാവിലെ നല്ലതിൽ പുറത്ത് വിടുന്നതുകൊണ്ടാണ് എനിക്ക് ചിരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ആ ഡേ മുഴുവൻ കൊള്ളാവുമല്ലോ. അപ്പോൾ അതുവരെ അവൾ എന്നെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ മുമ്പ് വെച്ചിട്ട് ഞാൻ നന്ദി പറയാണ്. ജീവിതത്തിലെ 3 വലിയ ആളുകളാണ്. ഒന്ന് ബാപ്പ, പിന്നെ സഹോദരൻ, ഇപ്പം ഹസ്ബൻഡ്. ഇവരെ 3 പേരെ ഒന്ന് വിലയിരുത്താവോ? എങ്ങനെയാണ് ഇവർ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളത്? അങ്ങനെ ചോദിച്ചാൽ പപ്പനെ പോലെ ഒരു ആളെ എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകളായിട്ട് ജനിച്ചതിൽ എപ്പോഴും അഭിമാനമുള്ളൊരു, എവിടെ ചെന്നാലും ഇരാൻകാരുടെ മകളാണെന്ന് പറയുമ്പോൾ ആ ഒരു റെസ്പെക്റ്റും അതൊരു ഭയങ്കര ഇപ്പോഴും പപ്പ മരിച്ചിട്ട് ഇപ്പോൾ 14 വർഷമാവുന്നു. അതൊരു വല്ലാത്ത വിയോഗമായിരുന്നു അല്ലേ? അതെ. ബ്രദറ് എപ്പോഴും എല്ലാത്തിനും സപ്പോർട്ടാണ്, എല്ലാ കാര്യങ്ങൾക്കും. നമ്മുടെ ഫാമിലി ഇതിലാണെങ്കിലും എല്ലാത്തിലും. കൂടുതലും മമ്മിയുടെ ഒരു ടീച്ചിങ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് നാസ്കാക്ക് എല്ലാവരെയും ഒന്ന് ഉപദേശിക്കാനും നല്ലത് പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ളൊരു പ്രത്യേക ഒരു കഴിവ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ കുറേ പ്രായക്കാരായതുകൊണ്ട് നവാസ് നമ്മളൊക്കെ ഇൻട്രാക്ട് ചെയ്യാനും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാനൊക്കെ
ബിസിനസ്സിൽ നല്ല ഗുണം ചെയ്തു. എനിക്കിപ്പോൾ നവാസിൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ പപ്പൻ്റെ അടുത്ത് നിന്നൊക്കെ എനിക്ക് ഒത്തിരി ഗുണം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഫ്രണ്ട്ലി, പപ്പ ആണെങ്കിലും അതുപോലെ തന്നെയാണ്, മക്കളെക്കാളും കൂടുതൽ ഫ്രണ്ട്ലിയിലാണ് നമ്മളൊക്കെ വളർത്തി. മരിക്കുന്നവരെ ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു. അതായത് ഒരു ഗ്യാപ്പ് ഉണ്ടാവാറില്ല. ഡെയിലി പപ്പ രാത്രി നമ്മൾ വിളിക്കാണ്ട് പിന്നെ കിടന്നുറങ്ങാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്രയും കൺസേൺ ആയിരുന്നു. അതെ, വിളിക്കും, എല്ലാ വിശേഷം ചോദിക്കും. കാരണം ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ടെൻഷൻ അടിക്കാൻ പറഞ്ഞു കഴിയുമ്പോഴുണ്ടല്ലോ അവിടെ നിന്ന് ഒരു മറുപടി വരുമ്പോഴത്തേക്ക് ക്ലിയർ ആവും. ഇതൊക്കെ ഞാനും കടന്നു വന്നതാണ്, ഇതൊന്നും വലിയ പ്രശ്നമില്ല. നിങ്ങളെ ഇപ്പോഴാണെങ്കിൽ നമ്മളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ പിന്നെ നിങ്ങളെ ഞങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആരും ഇല്ലായിരുന്നല്ലോ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് പുള്ളി നമ്മുടെ അങ്ങ് സോഫ്റ്റ് ആക്കിയിട്ടും. താങ്കളുടെ സംസാരങ്ങളെല്ലാം ബാപ്പ മാത്രമല്ല ഫാദർ ലൈൻ കടന്നു വരാറുണ്ട്. അതെ അതെ, അത് ഒരു പക്ഷേ ആ ഒരു സ്നേഹം അത്രയും കിട്ടുന്നുണ്ടായിരിക്കും, ആ കൺസിഡറേഷൻ. ഇവിടെ വന്നപ്പോഴും അങ്ങനെ, ഇവിടെ വന്നപ്പോൾ എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ ബാപ്പയും ഉമ്മയൊക്കെ നല്ല എനിക്കൊരു വേറൊരു വീട്ടില് വന്നൊരു പുതിയൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് ഒന്നും ഉണ്ടായില്ല. അമ്മായിയമ്മ പോരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര പാവായിരുന്നു നമ്മളമ്മ. ഞാൻ അമ്മനെ പറ്റി പറഞ്ഞില്ലേ, ഫാത്തിമ, ഞാൻ എപ്പോഴും മക്കളുടെ അടുത്ത് ആ അമ്മയ്ക്കൊന്ന് അടിവിടാൻ പോയിട്ട് സ്നേഹിക്കാനല്ലാതെ വേറെ ഒന്നും കഴിയാത്ത എന്തോ ഒരു റിഫൈൻ സോൾസ് ആയിരിക്കും അവരൊക്കെ. അപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ മക്കളുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾക്ക് അത്രയും ഉമ്മയായിട്ടൊന്നും ഉമ്മാമ്മയായിട്ടൊന്നും ലൈഫ് സ്പെൻഡ് ചെയ്യാൻ കഴിയാത്ത ശരിക്കും ഒരു നഷ്ടമാണെന്ന് ഞാൻ പറയലുണ്ട്. കാരണം അത്രയും നല്ലൊരു ഇതായിരുന്നു. ഒരുപാട് ഇവിടെ വന്നപ്പോ ഉമ്മയാണ് മകളെ പോലെ നോക്കിയത്. ഓ അതെ അതെ, സക്കീർ ഖാനെ ഭയങ്കര കാര്യമായിരുന്നു. അതുകൊണ്ട് കൂടി എൻ്റെ അടുത്തും അപ്പൊ ആ ഒരു സ്നേഹം എപ്പോഴും മരിക്കുന്നവരെ ഉണ്ടായിരുന്നു. ഇതിന് വളരെ കൗതുകമുള്ളത് അതിന്റെ ചിരിയാണ്, നല്ല തുറന്ന ചിരി. ആ ചിരിയുടെ പിന്നിൽ രഹസ്യം എന്താണ്? ഭാര്യയാണോ? നേരത്തെ പാർട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ നല്ല ഇറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് ചിരിക്കാൻ പറ്റില്ലല്ലോ. സത്യത്തിൽ അതിന് വലിയ ചിരിക്കുന്ന അതെ, എങ്ങനെ ചിരിച്ച് ജീവിതം മുഴുവനും ആസ്വദിച്ച് കഴിയാൻ മാത്രം കഴിയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. വളരെ സന്തോഷം. താങ്ക് യു.